ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉമ്മയും വാപ്പയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. ഞാനപ്പോൾ ഇന്നലെ വാങ്ങിച്ച കപ്പ അവർക്ക് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചേ. കപ്പ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഞാൻ എന്താ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചോറിനുള്ള അരിയാട്ടോ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളാണ് കേട്ടോ ഇവിടെ ചോറ് വെക്കാറുള്ളത്. അതാവുമ്പോൾ രാവിലത്തേക്കും നല്ല ഫ്രഷ് ചോറായിട്ട് ഇരിക്കാറുണ്ട്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ചോറിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ രാത്രിത്തേക്കാണ് ചോറ് വേണ്ടത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ചോറ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഇത് വേവാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിച്ചിറക്കിയിട്ട് വേണം ഇനി കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഉമ്മാക്കും പാപ്പാക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടോ കപ്പ പുഴുങ്ങിയത്. അവർക്ക് വെറുതെ കപ്പ ഇങ്ങനെ പുഴുങ്ങി കൊടുത്തതിന് എത്ര നേരം വേണമെങ്കിലും അവർ കഴിച്ചോളും. ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് അതും ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനിതാ നേരെ ഹാളിലോട്ടാട്ടോ പോകുന്നത്. കാരണം ഉമ്മ അവിടെ മീനും കൊണ്ട് ഇരിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കപ്പ വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം മീൻ കറിയും കൂട്ടി കഴിക്കാനാട്ടോ. അതിപ്പോൾ ഉള്ളി ഇടിച്ചതാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഉമ്മ വേറെ ക്ലീനിങ്ങിലാണ് ഇവിടെ. അപ്പോൾ ഉമ്മ ക്ലീൻ ചെയ്തോട്ടെ, ഞാനിവിടെ വെറുതെ ഇരിക്കാട്ടോ. അപ്പോഴാണ് ഐനൂസ് നിറയെ തലയിൽ ക്ലിപ്പൊക്കെ കുത്തി ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉമ്മ കൊണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്